നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു കഥ ആയിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ അലീന ചോദിച്ചു, അല്ല വല്യപ്പച്ച, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ അഞ്ചലിൽ ആന്നല്ലേ പറഞ്ഞേ, പപ്പയുടെ ഭാര്യയും മക്കളൊക്കെ അവരെന്തുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരാത്തതെന്ന് ചോദിച്ചു. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയാൻ മേല. അല്ല, പപ്പയുടെ ഭാര്യ ഇവിടെ വന്നല്ലേ താമസിക്കേണ്ടതെന്ന് ചോദിച്ചു. അതെ, എന്നിട്ടെന്താ വരാത്തെ? അവളെപ്പോഴും പള്ളി പ്രാർത്ഥന ധ്യാനവും ഒക്കെ ആയിട്ട് നടക്കും. ഇന്ന് തിരുവല്ലയിലാണെങ്കിൽ നാളെ ഭരണങ്ങാനത്തായിരിക്കും. അല്ല, അപ്പൊ കുട്ടികളുടെ കാര്യമൊക്കെ ആരാ നോക്കുന്നേ? അതിനുണ്ടല്ലോ റീത്താമ്മ. അപ്പൊ അവർക്ക് വേറെ പണിയൊന്നുമില്ലേ? അവരെല്ലാം ഒരു കോമ്പൗണ്ടിനുള്ളിലാ താമസിക്കണേന്ന് പറഞ്ഞു. പിന്നീട് അതിനെക്കുറിച്ച് വിസ്തീരിച്ച് പറയണം വല്യപ്പച്ചൻ. അതെ, പണ്ട് ലാലിച്ച മിലിറ്ററിയിലായിരുന്ന സമയത്ത് അവിടെ പോയി താമസിക്കാനായിട്ടുള്ള പെർമിഷൻ കൊടുത്തു. അപ്പം ഈ പറയുന്ന എൽസമ്മയ്ക്ക് ഒരേ നിർബന്ധമായിരുന്നു, റീത്താമ്മയുടെ കൂടെ താമസിക്കണം. ആയിക്കോട്ടെ എന്ന് വെച്ചു. ലാലിച്ച മിലിറ്ററിയിലല്ലേ, അപ്പൊ പിന്നെ അവിടെ വീട് വെച്ച് കൊടുത്തു. അങ്ങനെ അവരവിടെ താമസം തുടങ്ങി. അല്ല, എന്നാൽ മിലിറ്ററിയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് എന്താ വരാത്തെ? മിലിറ്ററിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ലായിരുന്നു, അവിടെ നിൽക്കണമെന്നായിരുന്നു. പിന്നെ ലാലിച്ച നിർബന്ധിക്കാനൊന്നും പോയില്ല. അങ്ങനെയാണ്. അല്ല, ആ കുട്ടികൾക്കൊക്കെ അപ്പം പപ്പയുടെ സ്നേഹമില്ലേന്ന് ചോദിച്ചു. ആ സ്നേഹം ഉണ്ടോന്ന് ആർക്കറിയാം? അല്ല, അപ്പൊ പപ്പായ്ക്ക് സ്നേഹമില്ലേ? അവരിങ്ങനെയല്ലേ പെരുമാറുന്നേ? ലാലിച്ചന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു. അല്ല, ഈ റീത്താമ്മയ്ക്കപ്പം മക്കളൊന്നും ഇല്ലേന്ന് ചോദിച്ചു. മക്കളുണ്ട്, പക്ഷെ ഭർത്താവ് മരിച്ചു പോയതാന്ന് പറഞ്ഞു. അങ്ങനെയാ. അല്ല, ഈ പറയുന്ന എൽസമ്മയ്ക്ക് വേണേ ഇവിടെ വന്ന് നിൽക്കാവുന്നുണ്ടായിരുന്നുള്ളൂ. അതെങ്ങനെയാ? എൽസമ്മയ്ക്ക് റീത്താമ്മ പറയുന്ന വേദവാക്യം അവർ പറയുന്നതിനപ്പുറത്തേക്ക് എൽസമ്മ പോകത്തില്ല. അതുപോലെ തന്നെ ആ മക്കളൊക്കെ ആണെങ്കിലും സ്റ്റാലിനെക്കുറിച്ച് വളരെ മോശമായ രീതിയിലൊക്കെ അവരോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. സ്റ്റാലി ഭയങ്കര ദുഷ്ടനും ക്രൂരനും ഒക്കെയാണ്. അതുകൊണ്ട് കുട്ടികൾ ആ രീതിക്കല്ലേ നിൽക്കത്തുള്ളൂ. അല്ല, വല്യപ്പച്ചാണെന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കാൻ മേലായിരുന്നു. ഞാനാ നല്ല കഥയായി ഞാൻ പറഞ്ഞ് തിരുത്താൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവരനുസരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ സ്റ്റാലിയോടെ വന്നതിന് ശേഷം ഇവിടെ വീടും കാര്യങ്ങളൊക്കെ വാങ്ങിയത്. അവൻ അവിടെ പോയി നിൽക്കാൻ ഇഷ്ടമില്ല. കാരണം റീത്താമ്മയായിട്ട് അവൻ ചേരത്തില്ലെന്നേ. അതുകൊണ്ട് അവൻ അവിടേക്ക് പോകത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ എൽസമ്മയും കുട്ടികളും ഇങ്ങോട്ട് വരാനും താല്പര്യം കാണിച്ചില്ല. അവൻ അതുകൊണ്ട് പിന്നെ ആരുടെയും കാല് പിടിക്കാനും പോയില്ല. അവന്റെ സ്വഭാവം അറിയാലോ, അവൻ ആരെ ഒന്നിനും നിർബന്ധിക്കില്ല. പക്ഷെ അവനെ നിർബന്ധിക്കുന്ന അവന് ഇഷ്ടമുള്ള കാര്യമല്ല. അല്ല, പപ്പായ്ക്ക് ആ മക്കളോട് സ്നേഹമില്ലെന്ന് ചോദിച്ചു. ആർക്കറിയാം ഉണ്ടോ ഇല്ലയെന്ന്. കാണുമായിരിക്കും, ചിലപ്പോൾ കാണില്ലായിരിക്കും. അല്ല, ആ കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കുക. ആർക്കറിയാം, മൂത്താള് കോളേജിലോ മറ്റോ ആണെന്നാ തോന്നുന്നേ. പിന്നെ രണ്ടാമത്തെ ആൾ സ്കൂളിലാണ്. അവൾക്ക് ഇത്തിരി വയ്യായികയുണ്ട്, ചികിത്സിക്കുന്നുണ്ടോ എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തവൻ ടോജോ, അവനും പഠിക്കുക. അല്ല, ചികിത്സിക്കുന്നുണ്ടോന്നൊക്കെ പപ്പ പോയി നോക്കാറുണ്ടോ? പിന്നെ അവൻ നോക്കാറൊന്നുമില്ല. അവൻ പൈസയൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ള പൈസ കൊടുക്കും. പിന്നെ അവരുടെ പാടായി. അവരാരും ഇങ്ങോട്ടേക്ക് വന്നൊന്നും അന്വേഷിക്കാറില്ല. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അലീനയ്ക്ക് ഭയങ്കര വിഷമമായി പോയി. അലീന പറഞ്ഞു, എന്നാലും പപ്പായ്ക്കൊന്ന് പോയി അന്വേഷിക്കായിരുന്നു അവരുടെ കാര്യങ്ങളൊക്കെ. എന്നിട്ട് എന്ത്? ശരിക്കും പറഞ്ഞാൽ ഈ റീത്താമ്മയുടെ വീട്ടുകാരുമാണ് ഇങ്ങനെയൊക്കെ നശിപ്പിച്ചേ. അല്ല, ഈ പപ്പായുടെ ഭാര്യയ്ക്ക് പപ്പായുടെ ദേഷ്യമുണ്ടോ? ദേഷ്യമൊന്നും ഇല്ലാന്ന് തോന്നേ. അവർ പണ്ട് മുതൽ സ്വരച്ചേർച്ചയില്ലായിരുന്നു, വഴക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു തോന്നേ. അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. പക്ഷേ എങ്കിൽ റീത്താമ്മ പറയുന്നത് മാത്രമേ എൽസമ്മ കേൾക്കുള്ളൂ. അതാണ് അവരുടെ കുടുംബജീവിതത്തിലെ താളം തെറ്റാനായിട്ടുള്ള മെയിനായിട്ടുള്ള കാരണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് ആകെപ്പാടെ വല്ലാത്തൊരു വിഷമമായി പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റാലിയുടെ ഫോണിലേക്ക് ആൽബി വിളിക്കുവാണ്. സ്റ്റാലിയുടെ അനുജൻ. എന്താടാ? അത് പിന്നെ ഞാൻ ആൽബിയ, മനസ്സിലായെന്ന് പറഞ്ഞു. അല്ല, അപ്പച്ചൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിന്? അല്ല, അപ്പച്ചൻ അവിടെ എത്തിയോന്ന്. എടാ, ഇതിനു മുമ്പ് അപ്പച്ചൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോന്നിട്ടുണ്ട്. അന്നൊന്നും ആരും ഇവിടെ വിളിച്ചു ചോദിച്ചിട്ടില്ല. ഇപ്പൊ അപ്പച്ചൻ എത്തിയോന്ന് അറിയാൻ വേണ്ടിയിട്ട് എത്ര പേരാ വിളിച്ചു ചോദിക്കുന്നേ. അല്ല, നിന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആൽബി പറഞ്ഞു, എന്താ? അത് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, അത് സത്യമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പച്ചൻ വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു. അവിടെ ഒരു പെണ്ണ് വന്ന് താമസിക്കുന്നുണ്ടെന്ന്. എടാ, അപ്പച്ചൻ വരുന്ന പറയുന്നതിന് മുമ്പ് തന്നെ നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേടാ ആൽബി? പിന്നെ ഇതൊക്കെ അറിഞ്ഞിട്ട് നീ വെറുതെ ചോദിക്കുന്നല്ലേ? അല്ല ലാലിച്ചായ, ഒരു പെണ്ണ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എടാ, അത് വെറും പെണ്ണല്ല, എൻ്റെ മകളാന്ന് പറഞ്ഞു. അല്ല ലാലിച്ചായ, ഏതോ ഓർഫനേജ് കിടന്ന പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് മകളാന്നും പറഞ്ഞു കയറ്റി വെക്കാൻ ലാലിച്ചായന് നാണമില്ലേന്ന് ചോദിച്ചു. എടാ, എൻ്റെ മകളാന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെ ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ലാലിച്ചായ, വെറുതെ നാണക്കേടുണ്ടാക്കി വെക്കരുത്. ലാലിച്ചാല് അങ്ങനെയൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയാണ്. ഞങ്ങൾക്ക് നാണക്കേടുള്ള കാര്യമാണ്. എടാ, നീയൊക്കെ
അവതക്കുട്ടിയുടെ മകൻ തന്നെയല്ലേ? എന്നിട്ട് എനിക്കൊന്നും ഇല്ലാത്ത നാണക്കേട് നിനക്കെന്താടാ ഉള്ളത്? എനിക്കും അപ്പച്ചനൊന്നും നാണക്കേടില്ലല്ലോ, പിന്നെ നിനക്കെന്താ? ഇതേ ലാലിച്ചായൻ അവിടെ ഇരിക്കുന്ന പോലെയല്ല ഇവിടെ. ഓരോരുത്തരൊക്കെ ഓരോന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ വേണം മറുപടി പറയാനായിട്ട്. നീ പറഞ്ഞോടാ. അല്ല, അവൾ ലാലിച്ചായൻ്റെ മോളാന്നുള്ള കാര്യം ഉറപ്പാണോ? ഉറപ്പായതുകൊണ്ടല്ലേ വിളിച്ചോണ്ട് വന്നേ. അല്ല, അവൾക്ക് എന്തേലും കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ പോരായിരുന്നോ? അവളെ എന്തിനാ ലാലിച്ചായ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നേ? എടാ, 10-23 വർഷം ഓർഫനേജിൽ കഴിഞ്ഞ പെൺകുട്ടി അവിടെ. അവളെങ്ങനെ കൊടുത്ത് ഒഴിവാക്കി വിടാൻ പറ്റുന്നല്ല. അവൾ ഇനിയെങ്കിലും എൻ്റെ മകളായിട്ട് ഇവിടെ കഴിഞ്ഞോട്ടെ. അത് ശരിയാന്ന് ലാലിച്ചാന് തോന്നുന്നുണ്ട്. എന്തുകൊണ്ടല്ല? അവൾ എൻ്റെ മകളല്ലേ. എനിക്ക് എൻ്റെ മറ്റു മക്കളെപ്പോലെ തന്നെ അവളും. അങ്ങനെയാണോ ലാലിച്ചായത്? അതെന്താ അല്ലാത്തെ? അല്ല, എൽസമ്മ ചേച്ചിയെ 4 പേരറിഞ്ഞ് കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങനെയല്ലേ? പക്ഷെ ഇതിനൊക്കെ നാട്ടുകാര് വേറൊരു പേര് പറയുമെന്ന് പറഞ്ഞു. എന്ത്? അവിഹിത സന്ധിന്ന്. ആയിക്കോട്ടെ, നാട്ടുകാർ അവിഹിത സന്ധിന്ന് പേരിട്ട് വിളിച്ചോട്ടെ. എന്നാലും ഞാൻ അവളെ ഒരിടത്തേക്കും പറഞ്ഞു വിടാൻ പോകുന്നില്ല. അവിഹിത സന്തതിയായിട്ട് ഈ സ്റ്റാലിയുടെ വീട്ടിൽ അവൾ താമസിക്കും. അതിനകത്ത് വിരോധമുണ്ട്, ആരെങ്കിലും ഉണ്ട് പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ ലാലിച്ചായ. എത്രയും പെട്ടെന്ന് അവളെ പറഞ്ഞു വിടാൻ നോക്ക്. എടാ, നിനക്കൊക്കെ നാണക്കേട് കാരണമായിരിക്കില്ലേ? നിന്റെയൊക്കെ നാണക്കേടിന് എത്ര പരിഹാരം വേണം പറഞ്ഞാൽ മതി. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു നിമിഷം ആൽബി ഇങ്ങനെ ആലോചിച്ചു. ഇതേ ലാലിച്ചായ വെറുതെ കളിക്കരുതെന്ന് പറഞ്ഞു. എടാ, കളിക്കുന്നല്ല. നിന്റെയൊക്കെ നാണക്കേടിന് എത്ര വേണമെന്ന് പറഞ്ഞാൽ ഞാനും തരാൻ ഒരുക്കുക. എന്ത് വെള്ളം ഞാൻ തന്നോളാന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് സ്റ്റാലി കോള് കട്ട് ചെയ്തു. അപ്പോഴേക്കും റോബർട്ട് ചോദിച്ചു, എന്തായി? ഇനി വേറെ എന്തെങ്കിലും തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും, അല്ലാതെ ഒരു രക്ഷയുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ദേഷ്യ സങ്കടം കൊണ്ട് ആൽബിയെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഉദ്ദേശിച്ച കാര്യം നടന്നില്ലോ എന്നൊരു ചിന്തയെ വരുന്നു. പിന്നീട് സ്റ്റാലി ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് പോയി ജീപ്പിലേക്ക് കയറുവാണ്. അപ്പോഴേക്കും അവധ കുടിച്ചാനും അതിൻ്റെ പിന്നെ അങ്ങോട്ട് വന്നു. അവധ കുടിച്ചാൻ ചോദിച്ചു, നീ ഇതെങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു. പക്ഷെ അവധ കുടിച്ചാനെ നോക്കിയതല്ലാതെ സ്റ്റാലിന് മറുപടി ഒന്നും പറഞ്ഞില്ല. പെട്ടെന്നൊരു ദേഷ്യത്തോടെ അങ്ങോട്ട് പോയി. ആ സമയത്ത് അവധ കുടിച്ചാൻ ആൻ്റപ്പനോട് ചോദിച്ചു, എടാ, നിന്നോട് വല്ലതും പറഞ്ഞു അവന്? എന്നോടൊന്നും പറഞ്ഞില്ല. എടാ, നിനക്ക് ചോദിക്കാൻ മേലായിരുന്നോ? അവധ കുടിച്ചാനോട് പറഞ്ഞില്ല, പിന്നെയാണോ കേരള സഭ എന്നോട് പറയുന്നത്? എടാ, പിന്നെ നിന്നെയൊക്കെ എന്തിനാ അവിടെ നിർത്തിയിരിക്കണമെന്ന് ചോദിച്ചു ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും അലീന വന്നു. അലീന വന്നിട്ട് ചെന്താ വെല്ലിപ്പിച്ച? അതെ, അവനുണ്ടല്ലോ ലാലിച്ചൻ ഇപ്പം എങ്ങോട്ടോ ദേഷ്യത്തോടെ പോയിരിക്കുക. എങ്ങോട്ടാന്ന് അറിയത്തില്ല. അല്ല, എങ്ങോട്ടാ പോയിരിക്കണമെന്ന് അറിയോ? അറിയില്ല. തോട്ടത്തിലേക്ക് മറ്റാണോ? അറിയത്തില്ല. ഇവിടെ ഓരോരുത്തന്മാർക്കൊക്കെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. എന്ത് ചെയ്യാനാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലാന്ന് പറഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ട് അങ്ങോട്ട് വരുമ്പോൾ അലീന പറഞ്ഞു, ചിലപ്പോൾ തോട്ടത്തിലേക്ക് പോയതായിരിക്കും. അവിടെ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് അറിയത്തില്ല. അവിടെയുള്ള ആരുടെയും ദേഷ്യപ്പെട്ട് പോയതാണോന്ന് അറിയില്ല. ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ഈ മരംകുടന്മാർക്കൊക്കെ വെറുതെ ശമ്പളം കൊടുക്കുന്ന പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, വല്യപ്പച്ചൻ വാ എന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ അവൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയുടെ കൈ പിടിച്ച് അകത്തേക്ക് അങ്ങോട്ട് കയറി വന്നു. അപ്പോഴേക്ക് അലീന ചോദിച്ചു, അല്ല, വല്യപ്പച്ചന് ചോദിക്കാൻ മേലായിരുന്നു എങ്ങോട്ടാ പോകുന്നതെന്ന്. എൻ്റെ മോളെ, ഞാൻ ചോദിച്ചാ അവൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അതെന്താ പറയാത്തെ? അവൻ്റെ സ്വഭാവം അറിയാവുന്നതല്ലേ, ചില സമയത്ത് എങ്ങനെയാ. അല്ല, വല്യപ്പച്ചനോടും ദേഷ്യമാണോ? പിന്നെ അവന് ദേഷ്യം വന്നാൽ പിന്നെ കണ്ണ് കാണത്തില്ല. ആരോട് ഇന്നോടൊന്നും ഇല്ല, അവൻ എപ്പോഴും ദേഷ്യമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ആ റീത്താമ്മ ഇവിടെ വന്നു. റീത്താമ്മ ഇവിടുന്ന് പായിച്ചില്ലേന്ന് ചോദിച്ചു. റീത്താമ്മയെ പണ്ട് മുതൽ അവന് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവരുടെ സ്വഭാവം ഇഷ്ടമില്ല. അല്ല, എന്തിനാ ശരിക്കും ആ സ്ത്രീ പപ്പയുടെയും ജീവിതത്തിൽ ഇടപെടേണ്ട? അതിൻ്റെ വല്ല കാര്യമുണ്ടോ? പപ്പായും പപ്പയുടെ ഭാര്യയും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവർ തന്നെ പരിഹരിക്കില്ലേ? അതിന് പാരം ഇടയ്ക്ക് കയറിയിട്ട് എൻ്റെ മോളെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തരുടെ സ്വഭാവമല്ലേ. അല്ല, ഇനി അവരിവിടേക്ക് വരുമോ? ഞാനിവിടെ വന്നിട്ടാണെന്ന് പറഞ്ഞാൽ എന്നെ കാണാൻ വരുമോ? ആർക്കറിയാം. ചിലപ്പോൾ വരുമായിരിക്കും, ചിലപ്പോൾ വരത്തില്ലായിരിക്കും എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താല്ലേ, ഞാൻ ഇന്നെ മനുഷ്യജീവി ജനിച്ചു പോയില്ലേ? ഇനി ജനിച്ചു പോയ സാഹചര്യം പിന്നെ ഇനിയിപ്പോൾ അത് മാറ്റാനായിട്ട് പറ്റുമെന്നൊന്നും അല്ലല്ലോ. ഒരുപക്ഷെ അവരിവിടേക്ക് വന്ന് മോളെ നിന്ന് വിളിച്ചാൽ മതി, ഞാൻ അവരുടെ കാൽച്ചൂട്ടിലേക്ക് വീഴുമല്ലോ. എന്താ വലിപ്പിച്ച മനുഷ്യന്മാരെല്ലാം ഇങ്ങനെ, എല്ലാവർക്കും അവരുടെ സ്വാർത്ഥതയും കാര്യങ്ങളും എല്ലാം. മോളെ, മനുഷ്യന്മാരിങ്ങനെയാ. ഭൂമി പലതരത്തിലുള്ള മനുഷ്യന്മാരുണ്ട്. മാലാഹമാരുണ്ട്, ചെകുത്താന്മാരുണ്ട്, പണക്കൊതിയന്മാരുണ്ട്, അങ്ങനെ എന്തൊക്കെ മനുഷ്യന്മാരുണ്ട്. പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. അല്ല, വല്യപ്പച്ചന് സ്വാർത്ഥനാണോ? ചില സമയങ്ങളിൽ ഞാനും സ്വാർത്ഥന. നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. അവൻ്റെ കാര്യമല്ലേ, അവൻ ഇനി എപ്പോഴാന്ന് വെച്ചാൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അല്ല വല്യപ്പച്ച, എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. എന്താ? അല്ല, വല്യപ്പച്ചൻ്റെ മകനെ ഭാര്യയും തമ്മിൽ ഒന്നിപ്പിക്കണ്ടേന്ന് ചോദിച്ചു. കൊള്ളാം,
അതൊക്കെ നടക്കുന്ന കാര്യമാണോ? നടക്കും. നമ്മൾ ഒരുമിച്ച് നിൽക്കുവാണെങ്കിൽ നടക്കും വലിപ്പിച്ച. എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അതങ്ങനെ നടത്തണമെന്ന്. ഇത് കേട്ടോ അത് കുടിച്ചാൽ അന്താളിപ്പോഴും കൂടി അലീനയുടെ മുഖത്തേക്ക് നോക്കുക. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.